കഴിഞ്ഞ വീഡിയോയോട് കൂടി നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ ടോപ്പിക് എന്ന് പറയുന്നത് കോഷി യൂളർ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് ലെജൻഡറൈസ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചപ്പോൾ നമുക്ക് തന്നിരുന്ന സെക്കൻഡ് ഓർഡർ അല്ലെങ്കിൽ ഹയർ ഓർഡർ കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന കോഎഫിഷ്യൻസ് അത് കോൺസ്റ്റന്റ് അല്ല എങ്കിൽ ചോദ്യം വളരെ കോംപ്ലിക്കേറ്റഡ് ആവും, നമുക്കത് സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കോഷി യൂളർ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ്, നെക്സ്റ്റ് വൺ ലെജൻഡറൈസ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇത് രണ്ടും എന്താണ്? വേരിയബിൾ കോഎഫിഷ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ ഇവിടെ പഠിച്ചത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയബിൾ കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു തന്നിരിക്കുന്നത് വേരിയബിൾ കോഎഫിഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് പ്രോബ്ലം ചെയ്യാനായിട്ട്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് കോഷി യൂളർ അല്ലെങ്കിൽ ലെഗ്രാൻഡേസ് ഫോമിൽ ആണ് എങ്കിൽ ഈ വേരിയബിൾ കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് തന്നിരിക്കുന്ന വേരിയബിൾ കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ കോഷി യൂളറോ അല്ലെങ്കിൽ ലെഗ്രാൻഡേസോ ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഒരു കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം കംപ്ലീറ്റ് സൊല്യൂഷൻ എന്താണ്? കംപ്ലീറ്റ് സൊല്യൂഷൻ ബിക്കംസ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. ഓക്കെ, അപ്പൊ നമ്മൾ അത് ഓൾറെഡി പഠിച്ചാണ് എങ്ങനെയാണ് ഒരു സെക്കൻഡ് ഓർഡർ അല്ലെങ്കിൽ ഹയർ ഓർഡർ ലീനിയർ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചതാണ്. എന്ത് കണ്ടുപിടിച്ചാൽ മതി? കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇന്റഗ്രലും കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ രണ്ട് ഇക്വേഷൻ ആണ്. ഈ രണ്ട് ടൈപ്പ് ഓഫ് ഇക്വേഷൻസിലും കോഎഫിഷ്യൻസ് വേരിയബിൾ ആയിരിക്കും. പക്ഷെ നമ്മൾ അതിനെ ആദ്യം എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കോഷി യൂളർ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ്. ആൻഡ് വൺ മോർ തിങ്, ഇവിടെ കോഷി യൂളർ ഹോമോജീനിയസ് എന്ന് എഴുതിയെങ്കിലും കോഷി യൂളർ ഹോമോജീനിയസോ നോൺ ഹോമോജീനിയസോ ലീനിയർ ഇക്വേഷൻസ് ആവാം. ഓൺലി ഡിഫറൻസ് എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണെങ്കിൽ അത് ഹോമോജീനിയസ് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സിന്റെ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് നോൺ ഹോമോജീനിയസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കോഷി യൂളർ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കോഷി യൂളർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, that is an x raised to n into d raised to n y over dx raised to n plus an minus 1 x raised to n minus 1 into dn minus 1 y upon dx raised to n minus 1 up to a0 y is equal to phi of x. ഈ തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് a0 up to an കോൺസ്റ്റന്റ് ആണ് എങ്കിൽ ഈ ഇക്വേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഷി യൂളർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ചോദ്യം തന്നിരിക്കുന്ന ഇക്വേഷൻ ലീനിയർ ആണ്. കാരണം ഇതിന്റെ എല്ലാം ഡിഗ്രി 1 ആണ്. തന്നിരിക്കുന്ന എല്ലാ ഡെറിവേറ്റീവിന്റെയും ഡിഗ്രി 1 ആണ്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഡിപെൻഡന്റ് വേരിയബിൾ y ആണ്. അതിന്റെ ഡിഗ്രിയും ഇവിടെ 1 ആണ്. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് ടൈം നോക്കുവാണെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെയും ഡിപെൻഡന്റ് വേരിയബിളിന്റെ ഡെറിവേറ്റീവ് തമ്മിലുള്ള പ്രോഡക്റ്റ് ആണ് ഉള്ളത്. അതുകൊണ്ട് അതൊരിക്കലും എന്തല്ല, നോൺ ലീനിയർ അല്ല, അത് ലീനിയർ ആണ്. ബട്ട് ഇവിടെ y into dy by dx എന്നായിരുന്നെങ്കിൽ അത് എന്തായനെ? അതൊരു നോൺ ലീനിയർ ആണ്. സോ ഈ ഇക്വേഷൻ എന്താണ്? തന്നിരിക്കുന്നത് ലീനിയർ ഇക്വേഷൻ ആണ്. ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് ഇക്വേഷൻ തരുന്നതെങ്കിൽ അതിനെ എന്ത് പറയും നമ്മൾ? കോഷി യൂളർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഇനി നമ്മൾ ഈ തന്നിരിക്കുന്ന ഓരോ ഡെറിവേറ്റീവിൽ നോക്കുക. അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇവിടെ an up to a0 കോൺസ്റ്റന്റ് ആണ്. പക്ഷെ അതിന്റെ കൂടെ x raised to n ഉണ്ട്. x എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. therefore കോഎഫിഷ്യന്റ് എന്തല്ല? കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് അല്ല, വേരിയബിൾ കോഎഫിഷ്യന്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഫോർമാറ്റിലാണ് എങ്കിൽ ദാറ്റ് ഈസ് d raised to n y upon dx raised to n ന്റെ കൂടെ വരുന്ന കോഎഫിഷ്യന്റ് x raised to n ഉം ലൈക്ക് ദാറ്റ് അപ് ടു dy by dx ന്റെ കൂടെ വരുന്നത് x. ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിടക്കുന്നതെങ്കിൽ ഇതിനെ ഒരു കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എക്സിനെ ദാറ്റ് ഈസ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ത് ചെയ്യുക? e raised to t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വേറെ t എന്ന് പറയുന്നത് എന്താണ്? t is nothing but an another variable. ഓക്കെ, എക്സിനെ e raised to t വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x എന്താണ്? നമ്മുടെ ഇക്വേഷനിലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. t എന്താണ്? another variable. അപ്പോൾ x is equal to e raised to t ആണെങ്കിൽ what we get? log x is equal to t എന്ന് കിട്ടും.
Okay, കാരണം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ലോഗരിതം അപ്ലൈ ചെയ്യുന്നു. Therefore I get log x is equal to log e raised to t, which is nothing but t. അതാണ് നമ്മൾ log x is equal to t എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഞാൻ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 1/x is equal to dt upon dx എന്ന് കിട്ടും. 1/x എന്ന് പറയുന്നത് log x ന്റെ ഡെറിവേറ്റീവ്. t നെ ഞാൻ with respect to x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ I get dt by dx എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് dy by dx ആണ് അല്ലേ? ഇവിടെ നമ്മുടെ ഇക്വേഷൻ നോക്കാം. ഈ തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് dy by dx ന്റെ ടേം ആണ് ഉള്ളത്. y എന്താണ്? ഡിപെൻഡന്റ് വേരിയബിൾ, x ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഈ dy by dx എനിക്ക് എങ്ങനെ എഴുതാം? I can write dy by dx is equal to dy by dt into dt by dx. That is ഈ dt cancel ആകുമ്പോൾ എന്ത് കിട്ടും? dy by dx എന്ന് കിട്ടും. Okay, this equation I can write dy by dt into 1/x. That is dt by dx എന്താണ്? ഇവിടെ നോക്കുക, dt by dx എന്താണ്? 1/x ആണ്. Therefore 1/x. ഇനി ഈ x ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? x into dy by dx is equal to dy by dt എന്ന് വരും. x നെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുകയാണ്. That is x into dy upon dx is equal to dy by dt എന്ന് വരും. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ x into dy by dx is equal to dy by dt. ഇനി ഇവിടെ നോക്കാം, നമ്മൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിനെ d by dx വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ D is equal to d by dx. Then ഓൾറെഡി ഞാൻ d by dx നെ ക്യാപിറ്റൽ D വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ d by dt നെ എന്ത് ചെയ്യുന്നു? തൽക്കാലത്തേക്ക് d1 എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഈ രണ്ടും d യും d1 ഉം തന്നെയാണ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്. d by dx നെ d എന്നും d by dt നെ d1 എന്നും വെച്ച് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷൻ നോക്കുക. I can write x into ഈ dy by dx എന്താണ്? I can write capital dy is equal to dy by dt, that is capital d1 into y. ഈ y യും കളഞ്ഞ് എനിക്ക് എന്ത് കിട്ടും? x into d is equal to d1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്മോൾ x into d is equal to d1 എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു നമ്മുടെ ഇക്വേഷൻ നോക്കുക. ഇവിടെ x into dy by dx ഉണ്ട്. x into dy by dx ന് പകരം എനിക്ക് എന്ത് എഴുതിയാൽ മതി? ഈ dy by dt എന്ന് എഴുതിയാൽ മതി. dy by dt എന്താണ്? സ്മോൾ d1. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ x എന്നൊരു വേരിയബിൾ കോഎഫിഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ എന്താക്കി മാറ്റിയാണ്? സിമ്പിൾ d1 ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. ഇവിടെ ഒരു വേരിയബിൾ കോഎഫിഷ്യന്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും വേരിയബിൾ കോഎഫിഷ്യന്റിനെ മാറ്റി എഴുതുന്നത്. ദാറ്റ് ഈസ് x into d വരുന്നിടത്തെല്ലാം d1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സിമിലർലി ഇപ്പോൾ ഇത് ചെയ്ത പോലെ എനിക്ക് എന്ത് ചെയ്യാം? x square into d square. അപ്പോൾ ഇവിടെ എനിക്ക് ഈ ഒരു ഇക്വേഷൻ എന്താണ് എനിക്ക് കിട്ടിയത്? ഈ ഇക്വേഷനിൽ I got xd is equal to d1 എന്ന് കിട്ടി. സിമിലർലി I will get x square into d square is equal to d1 into d1 minus 1 എന്ന് കിട്ടും. And x cube into d cube is equal to d1 into d1 minus 1 into d1 minus 2 എന്ന് കിട്ടും. Finally x raised to n into d raised to n is equal to d1 into d1 minus 1 into d1 minus 2 up to d1 minus n plus 1 എന്ന് കിട്ടും. That is ഇവിടെ x raised to n into d raised to n. ഇവിടെ ഈ d raised to n കൂടെ എന്തുണ്ട്? x raised to n എന്ന് പറയുന്ന ഒരു വേരിയബിൾ കോഎഫിഷ്യന്റ് അവിടെ ഉണ്ട്. പക്ഷെ അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇത്രയും ഈ ഒരു ടേമിനെ ഞാൻ ഇത്രയും ടേം വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈ ടേമിൽ എന്തില്ല? വേരിയബിൾ കോഎഫിഷ്യന്റ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയാണ് നമ്മൾ വേരിയബിൾ കോഎഫിഷ്യന്റ് എല്ലാം മാറ്റിയെടുത്തിട്ട് ഒരു കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ x into d is equal to d1 എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഈ ഒരു ഡെറിവേഷൻ കാരണമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? xd is equal to capital d1 എന്ന് ഇടുന്നത്. ഇനി എങ്ങനെയാണ് x square into d square is equal to d1 into d1 minus 1 വന്നത് എങ്ങനെ അറിയണമെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒന്ന് റിഫ്രെയിൻ വേണ്ടി മാത്രം എഴുതി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ഇത് കാണാതെ പഠിക്കണമെന്നില്ല. ആകെ പഠിക്കേണ്ടത് x square d square is equal to d1 into d1 minus 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സിമിലർലി x square d square is equal to d1 into d1 minus 1 ആണെങ്കിൽ നമുക്ക് x cube into d cube എങ്ങനെ കിട്ടും?
d1 into d1 minus 1 into d1 minus 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന കോഷി യൂലറിന്റെ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക, ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ കൂടി തന്നിരിക്കുന്ന കോഷി യൂലർ വേരിയബിൾ കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിട്ട് മാറുന്നു, ഒരു കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറുന്നു. സോ ഓൾ ടുഗദർ ഒരു കോഷി യൂലർ ഇക്വേഷൻ ആണ് എങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ദാറ്റ് ഈസ് x is equal to e raised to t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫ്രം ദിസ് വി ഗെറ്റ് log x is equal to t എന്ന് കിട്ടും. സെക്കൻഡ്, x into dy by dx or we call x into d എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, d1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x square into d square y by ds square അല്ലെങ്കിൽ x square into d square d1 into d1 minus 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിമിലർലി x cube into d cube ആണെങ്കിലോ d1 into d1 minus 1 into d1 minus 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. ആദ്യത്തെ പ്രോബ്ലം x cube into d square y by ds square minus x square into dy by dx plus 2 times yx is equal to x square log x. Find the complete solution. ഇവിടെ നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇന്റഗ്രലും കണ്ടുപിടിക്കണം. കാരണം എന്താണ്, തന്നിരിക്കുന്നത് ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഹോമോജീനിയസ് ആയിരുന്നെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഇത് പക്ഷേ നോൺ ഹോമോജീനിയസ് ആണ്, അതുകൊണ്ട് എന്തും കണ്ടുപിടിക്കണം, പർട്ടിക്കുലർ ഇന്റഗ്രലും കൂടെ കണ്ടുപിടിക്കണം. ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ തന്നിരിക്കുന്നത് കോഷി യൂലർ ഫോമിലാണോ എന്ന് നോക്കുക. ഇവിടെ എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ y s square log x തന്നിരിക്കുന്ന ഇക്വേഷൻ ലീനിയർ ആണ്. പക്ഷെ d square y by ds square കൂടെ നമുക്ക് എന്താണ് വരേണ്ടത്, x square എന്നാണ് വരേണ്ടത്. dy by dx കൂടെ x എന്നാണ് വരേണ്ടത്. ഈ y ന്റെ കൂടെ x വരാനും പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ഇക്വേഷനെ x വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, I get x square into d square y by ds square minus x into dy by dx plus 2 times y is equal to x into log x എന്ന് കിട്ടും. ഓക്കെ, ത്രൂ ഔട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, x വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇനി നോക്കുമ്പോൾ എന്താണ്, ഇതൊരു കോഷി യൂലർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതെനിക്ക് എന്ത് എഴുതാം, I can write simple x square d square minus x into d plus 2 y is equal to x into log x എന്ന് എഴുതാം. അപ്പൊ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഉപയോഗിക്കേണ്ടത്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ദാറ്റ് ഈസ് x നെ എന്ത് ചെയ്യുക, e raised to t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, which means log x is equal to t. ഓക്കെ, ഇനി x square d square നെ എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, d1 into d1 minus 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore here I get d1 into d1 minus 1 x into d എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, x into d is equal to d1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മൈനസ് d1 plus 2 y is equal to x into log x. x എന്താണ്, e raised to t, log x എന്താണ്, t. പിന്നെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് d1 എന്താണ്, d1 is dy by dt. ഈ ഒരു ഇക്വേഷനകത്ത് നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾ y യും ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്തായി, t ആയി. ഓക്കെ, വേറെ ഈ തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്തായിരുന്നു, x ആയിരുന്നു. നമ്മൾ അതിനെ എന്താക്കി മാറ്റിയപ്പോൾ t ആയിട്ട് മാറ്റി. നമുക്ക് ഇനി ഇത് സോൾവ് ചെയ്ത് നോക്കാം. ദിസ് വൺ I get d1 square minus d1 plus 2 into y is equal to e raised to t into t. d1 square minus 2 times d1 plus 2 into y is equal to e raised to t into t. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം,
ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് കേസ് 1 ഉണ്ട്, കേസ് 2 ഉണ്ട്, കേസ് 3 ഉണ്ട്, കേസ് 4 ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ ഏത് മെത്തേഡ് ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടതെന്ന് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് വെച്ച് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. സോ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്തൊക്കെയുണ്ട്? പർട്ടിക്കുലർ ഇന്റഗ്രൽ ഉണ്ട്, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം ഇതിന്റെ CF കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? ഓക്സിലറി ഇക്വേഷൻ എഴുതണം. d1 square minus 2 times d1 plus 2 is equal to 0. Okay, അപ്പോൾ ഇതിന്റെ റൂട്ട് എങ്ങനെ കിട്ടും? റൂട്ട് I get minus b, that is 2 plus or minus root of b square minus 4ac. b square 4 ആണ്, minus 4 time ac. a 1 ആണ്, c 2 ആണ്. Therefore 4 times 2 is equal to 8. Divided by 2 times a, that is 2. And this I get 2 plus or minus 2i divided by 2. That is 1 plus or minus I എന്ന് കിട്ടും. Okay. റൂട്ട് എന്ത് കിട്ടി? d1 is equal to 1 plus or minus I എന്ന് കിട്ടി. അപ്പോൾ എനിക്ക് എന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? CF is e raised to, ഇവിടെ a 1 ആണ്, b 1 ആണ്, e raised to t എന്നാണ് വരുന്നത്. കാരണം ഇവിടെ t ആണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. e raised to t into c1 cos t plus c2 sin t. x ആണ് നമ്മുടെ തന്ന ചോദ്യത്തിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. നമ്മൾ തിരിച്ചതിനെ എന്ത് ചെയ്യുക? x ന്റെ ഫോമിലേക്ക് മാറ്റുക. നമ്മളിവിടെ x is equal to e raised to t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Therefore I got log x is equal to t. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? t വരുന്നിടത്തൊക്കെ ഇനി log x തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore I get e raised to log x c1 cos log x plus c2 sin log x. e raised to log x എന്താണ്? x ആണ്. Therefore x into c1 cos log x plus c2 sin log x. ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ചിലപ്പോൾ നമ്മുടെ ചോദ്യത്തിനകത്ത് കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിരിക്കില്ല ചോദിക്കുന്നത്. ഒന്നെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. ഈ ചോദ്യത്തിനകത്ത് നമുക്ക് രണ്ട് കണ്ടുപിടിക്കാം. നമ്മളിപ്പോൾ CF കണ്ടുപിടിച്ചു, ഇനി നമുക്ക് പർട്ടിക്കുലർ ഇന്റഗ്രൽ കൂടെ കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മുടെ ചോദ്യം ഇതാണ്. d1 square minus 2d1 plus 2 into y is equal to e raised to t into t. ഇതിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെ എഴുതാം? 1 upon d1 square minus 2d1 plus 2 into e raised to t into t. ഇതെന്ത് ചെയ്യാം? ആദ്യം e raised to t നെ ലെഫ്റ്റിലേക്ക് എടുക്കുക. അങ്ങനെ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ d1 നെ d1 plus a ഇവിടെ എന്താണ്? 1 ആണ്, 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore I get 1 upon d1 plus 1 the whole square minus 2 times d1 plus 1 plus 2 into t. ലെഫ്റ്റിൽ എന്തുണ്ട്? e raised to t ഉണ്ട്. Okay, this one I can write e raised to t 1 upon d1 square plus 2d1 plus 1 minus 2d1 minus 2 plus 2 into t. ഈ 2d1 ഉം ഈ minus 2d1 cancel ആവും, ഈ minus 2 ഈ plus 2 cancel ആവും. Therefore I get e raised to t into 1 upon d1 square plus 1 വരും. I am writing 1 plus d1 square into t. This one I can write e raised to t into 1 plus d1 square inverse into t. Okay, നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഇനി എക്സ്പാൻഡ് ചെയ്യുക. e raised to t 1 minus d1 square plus d1 raised to 4 minus ഇങ്ങനെ പോകും into t. e raised to t into t, ഡബിൾ ഡെറിവേറ്റീവ് ഓഫ് t എന്താണ്? 0 ആണ്. Therefore നമുക്ക് ഇങ്ങോട്ടേക്കുള്ള എല്ലാ ടൈമും 0 ആയി പോകും. e raised to t into t എന്ന് കിട്ടും. That is our particular integral is equal to e raised to t into t. പക്ഷേ ഇത് t യുടെ ഫോമിൽ കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ചതിനെ
എക്സിന്റെ ഫോമിലേക്ക് കൊണ്ടുവരാം. We know x is equal to e raised to t and log x is equal to t. Therefore this I get e raised to t എന്താണ് x ആണ്, t എന്താണ് log x ആണ്. ഇതാണ് നമ്മുടെ particular integral എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ complete solution എന്ന് പറഞ്ഞാൽ എന്താണ്? Complete solution is equal to complementary function plus ഈ തന്നിരിക്കുന്ന particular integral. Therefore complete solution is equal to x into c1 cos log x plus c2 sin log x plus x into log x. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ. അപ്പോൾ ഈ പ്രോബ്ലം കുറച്ച് ലെങ്തി ആണെങ്കിലും ഒരുപക്ഷെ നമുക്ക് എന്ത് ചോദിക്കും, ഈ പറയുന്ന പർട്ടിക്കുലർ ഇന്റഗ്രൽ മാത്രം കണ്ടുപിടിക്കാൻ ചോദിക്കാം, ചിലപ്പോൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാനും ചോദിക്കാം. രണ്ടാമത്തെ പ്രോബ്ലം x square into d square y by dx square minus 2x dy by dx minus 4y is equal to x raised to 4. Find the complete solution. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം കോഷി യൂളർ ഇക്വേഷൻ ആണ്. ഇതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന വേരിയബിൾ കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അതിൽ നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, x is equal to e raised to t, that is log x is equal to t, d into x നെ d1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, then d square x square നെ d1 into d1 minus 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. This equation I can write d1 into d1 minus 1 minus 2 times d1 minus 4 into y is equal to x raised to 4. x എന്താണ്, e raised to t. അപ്പോൾ x raised to 4 എന്ന് പറഞ്ഞാൽ e raised to 4t. അപ്പോൾ ഇതിനെ again I can write d1 square minus d1 minus 2d1 minus 4 into y is equal to e raised to 4t, that is d1 square minus 3d1 minus 4 into y is equal to e raised to 4t. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. അതിന്റെ ഓക്സിലറി ഇക്വേഷൻ എങ്ങനെ എഴുതാം, I can write d1 square minus 3d1 minus 4 is equal to 0. That is d1 plus 1 into d1 minus 4 is equal to 0 എന്ന് എഴുതാം. ഇവിടെ പ്രോഡക്റ്റ് എന്താണ്, പ്രോഡക്റ്റ് minus 4 summation minus 3. ഓക്കെ, അപ്പോൾ നമുക്ക് d1 plus 1 into d1 minus 4 എന്ന് കിട്ടും. Therefore I get d1 is equal to minus 1 and 4. Therefore complementary function I can write c1 e raised to minus t plus c2 e raised to 4t. അപ്പോൾ ഇത് t എന്ന വേരിയബിൾ കിടക്കുകയാണ്, ഇത് നമ്മൾ എന്തേക്ക് മാറ്റുക, x ലേക്ക് മാറ്റുക. ദാറ്റ് ഈസ് c1 e raised to minus t. t എന്താണ്, log x. അപ്പോൾ മൈനസ് log x എനിക്ക് എന്താ എഴുതാം, e raised to log x ഇൻവേഴ്സ് ആയിട്ട് എഴുതാം, പ്ലസ് c2 into e raised to 4t. t എന്താണ്, log x. 4 log x ന് എനിക്ക് log x raised to 4 എന്ന് എഴുതാം. Therefore I get c1 for x inverse, that is c1 by x എന്ന് കിട്ടും, plus c2 into x raised to 4 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. അടുത്ത നമുക്ക് പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെ എഴുതാം, I can write 1 upon f of d, that is d1 plus 1 into d1 minus 4 into e raised to 14 എന്ന് വരും. ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് e raised to 80. ഇവിടെ a എന്താണ്, 4 ആണ്. d1 നെ 4 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ d1 നെ 4 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇത് 0 ആയി പോകും, 1/0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്നതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക.
For this I get t into 1 upon ഇതിന് ഡെറിവേറ്റീവ് എടുക്കുക. The derivative we get 2 times d1 minus 3 എന്ന് കിട്ടും into e raised to 4t. ഇനി നമ്മൾ ഈ a എന്ത് ചെയ്യുക? a d ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, which is 4. ഇവിടെ d അല്ല d1 ആണ്. Therefore t into 1 upon 2 into 4 8 8 minus 3 we get 5 into e raised to 4t. That is നമ്മുടെ particular integral എന്ന് പറയുന്നത് t into e raised to 4t divided by 5 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം കിടക്കുന്നത് t ന്റെ വേരിയബിളിലാണ്. നമ്മൾ എന്ത് ചെയ്യുക? x ന്റെ വേരിയബിളിലേക്ക് തിരിച്ചു മാറ്റുക. t എന്ന് പറഞ്ഞാൽ എന്താണ്? log x ആണ്. Therefore I can write particular integral is equal to log x into e raised to 4t, that is e raised to 4 into log x divided by 5. This we get log x into x raised to 4 divided by 5. Therefore നമ്മുടെ complete solution എന്ന് പറയുന്നത് c1 divided by x plus c2 into x raised to 4 plus log x into x raised to 4 divided by 5. ഇതാണ് നമ്മുടെ complete solution. മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. x square into d square y by dx square plus x into dy by dx plus y is equal to sin log x square. ഇവിടെ x square into d square y, ഇവിടെ d square y by dx square ന്റെ കൂടെ x square ആണ് കോഎഫിഷ്യന്റ്, dy by dx ന്റെ കൂടെ x ആണ് കോഎഫിഷ്യന്റ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഇതൊരു കോഷി യൂലർ ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? We have to substitute x is equal to e raised to t, that is we get log x is equal to t എന്ന് കിട്ടും. x into d എന്ത് ചെയ്യുക? d1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x square into d square എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. d1 into d1 minus 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാം. This equation I can write d1 into d1 minus 1 plus x into dy by dx എന്ത് എഴുതാം? d1 plus 1 into y is equal to sin log x എന്ന് പറഞ്ഞാൽ എന്താണ്? t ആണ്. അപ്പോൾ ഈ log x square ഞാൻ 2 log x എന്ന് എഴുതിയിട്ട് this one I can write 2t എന്ന് എഴുതാം. ഓക്കെ, log x square എന്ന് പറയുന്നത് is equal to 2 times log x. log x എന്താണ്? t ആണ്. Therefore we get 2 times t. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. From this I get d1 square minus d1 plus d1 plus 1 into y is equal to sin 2t എന്ന് കിട്ടും. അപ്പോൾ ഈ d1 ഉം ഇതും ക്യാൻസൽ ആയി പോകും. Therefore I get d1 square plus 1 into y is equal to sin 2t എന്ന് കിട്ടും. അപ്പോൾ ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ I get d1 square plus 1 is equal to 0. Therefore d1 is equal to plus or minus I. Therefore we get CF is equal to, ഇവിടെ A 0 ആണ്, B 1 ആണ്. That is C1 cos t plus C2 sin t എന്ന് കിട്ടും. t എന്ന് പറഞ്ഞാൽ എന്താണ്? log x ആണ്. Therefore C1 cos log x plus C2 sin log x എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് particular integral ആണ്. particular integral എങ്ങനെ എഴുതാം? I can write Pi is equal to 1 upon d square plus 1 into sin 2t എന്ന് കിട്ടും. അപ്പോൾ sin 2t ഇവിടെ a എന്താണ്? a is equal to 2, therefore minus a square is equal to minus 4 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? d square-നെ minus 4 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. that is d1 square-നെ minus 4 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. this is actually d1. okay, this one I get 1 upon minus 4 plus 1 into sin 2t, that is sin 2t divided by
-3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് തന്നിരിക്കുന്നത് പർട്ടിക്കുലർ ഇന്റർവെൽ ആണ്, പക്ഷേ ഇവിടെ ടി ആണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചതിനെ എക്സിന്റെ ഫോമിലേക്ക് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് സൈൻ 2 times log x divided by -3. Therefore, complete solution I can write c1 cos log x plus c2 sin log x minus 1/3 into sin 2 log x ne enge endu ezhudam, I can write log x square. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. അടുത്ത് നാലാമത്തെ പ്രോബ്ലം ആണ്. ഗേറ്റിന് ചോദിച്ച ചോദ്യമാണ്. x square into d square y by dx square minus x into dy by dx plus y is equal to 0. ഓക്കെ, തന്നിരിക്കുന്നതിന്റെ സൊല്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തുണ്ടാവില്ല, പർട്ടിക്കുലർ ഇന്റർവെൽ ഉണ്ടാവില്ല, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നിരിക്കുന്നത് ഫോർമാറ്റ് നോക്കുക. x square into d square y by dx square ഉം x into dy by dx ആണ്. അപ്പോൾ ഇത് എന്ത് ഫോമാണ്, ഇത് കോഷി യൂലർ ഫോം ആണ്. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് എടുക്കേണ്ടത്, x is equal to e raised to t എന്ന് എടുക്കാം. From this we get log x is equal to t എന്ന് കിട്ടും. x into d എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, d1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x square d square നെ d1 into d1 minus 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ എനിക്ക് എങ്ങനെ കിട്ടും, I get d1 into d1 minus 1 plus minus d1 plus 1 into y is equal to 0. That is d1 square minus d1 minus d1 plus 1 into y is equal to 0. That is d1 square minus 2 times d1 plus 1 into y is equal to 0. ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ഓക്സിലറി ഇക്വേഷൻ എഴുതുക. ദാറ്റ് ഈസ് d1 square minus 2d1 plus 1 is equal to 0. This is nothing but d minus 1 the whole square is equal to 0. Therefore we get d is equal to 1 comma 1 എന്ന് കിട്ടും. Therefore we get complementary function is equal to c1 plus c2 into t into e raised to t. രണ്ടും repeated roots ആണ്. Therefore c1 plus c2t into e raised to t എന്ന് കിട്ടും. Okay, t എന്താണ്, t is equal to log x. Therefore cf is equal to c1 plus c2 into log x into e raised to t. T is equal to log x. This we get cf is equal to e raised to log x എന്താണ്, x ആണ്. ഓക്കെ, അപ്പോൾ x നെ ഞാൻ എന്ത് ചെയ്യുന്നു, that is e raised to log x is equal to x. ഈ x നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Therefore I get c1 into x plus c2 into x into log x. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നോക്കുക, ax plus b into x into log x. അപ്പോൾ അതിനാണ് ഇവിടെ കിട്ടിയത്. ഇവിടെ നമ്മൾ എടുത്ത കോൺസ്റ്റന്റ് c1 ഉം c2 ആണ്. തന്നിരിക്കുന്ന ഓപ്ഷനിലെ കോൺസ്റ്റന്റ് എയും ബിയും ആണെന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. Therefore ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് ഇവിടെ e raised to t നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് e raised to t നെ എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണ്, x is equal to e raised to t എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് e raised to t is equal to x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ x എന്ന് വരും. That is we get c1 plus c2 log x into x എന്ന് വരും. That is c1x plus c2x into log x എന്ന് കിട്ടും. അപ്പോൾ ബെറ്റർ നമ്മൾ e raised to t is equal to x തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ പ്രോബ്ലം നോക്കാം. The radial displacement in a rotating disk is governed by the differential equation d square u by ds square plus 1 by x into du by dx minus u divided by x square is equal to 8 into x, where u is the displacement and x is the radius. If u is equal to 0 at x is equal to 0 and u is equal to 2 at x is equal to 1, calculate the displacement at
x is equal to 1 by 2. ഇവിടെ തന്നിരിക്കുന്ന ഈ ഡിഫറൻഷ്യൽ ടൈം നോക്കുക, ദാറ്റ് ഈസ് du by dx ആണ് തന്നിരിക്കുന്നത്. u എന്താണ്? ഡിസ്പ്ലേസ്മെന്റും x റേഡിയസും ആണ്. ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആ ഡിസ്കിന്റെ റേഡിയസ് അനുസരിച്ച് എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് x is equal to 1 by 2. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? u ആണ് കണ്ടുപിടിക്കേണ്ടത്. u അറ്റ് x is equal to 1 by 2 ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് നമ്മൾ u കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ എന്താണ്? തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന അൺനോൺ വേരിയബിൾ അല്ലെങ്കിൽ ഡിപെൻഡന്റ് വേരിയബിൾ കിട്ടുന്നത്. ഓക്കെ, ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് d square u divided by ds square plus 1 by x into du divided by dx minus u divided by x square is equal to 8 into x. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് നമ്മൾ ത്രൂ ഔട്ട് x square വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. Therefore we get s square into d square u divided by ds square plus x into du divided by dx minus u is equal to 8 into x cube. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ഒരു കോഷി യൂളർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇവിടെ തന്നിരിക്കുന്ന കോഎഫിഷ്യന്റ് ഒക്കെ എന്താണ്? വേരിയബിൾ ആണ്. നമ്മൾ ഇതിനെ കോൺസ്റ്റന്റ് ആക്കി മാറ്റണം. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് x is equal to e raised to t. Therefore log x is equal to t. നമ്മളിവിടെ dx നെ d1 ആയിട്ടും d square x square നെ d1 into d1 minus 1 ആയിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore this one I can write d1 into d1 minus 1 plus d1 minus 1 into u is equal to 8 times x cube. x എന്താണ്? e raised to t. x cube എന്ന് പറഞ്ഞാൽ അപ്പോൾ e raised to 3 times t എന്ന് കിട്ടും. Okay, this one I can write d1 square minus d1 plus d1 minus 1 into u is equal to 8 times e raised to 3t. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. Therefore I get d1 square minus 1 into u is equal to 8 times e raised to 3t. ഇതാണ് നമ്മുടെ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? പർട്ടിക്കുലർ ഇന്റർവെലും കോംപ്ലിമെന്ററി ഫംഗ്ഷനും കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഓക്സിലറി ഇക്വേഷൻ എടുക്കുക. ദാറ്റ് ഈസ് d1 square minus 1 is equal to 0. Therefore we get d1 is equal to plus or minus 1 എന്ന് കിട്ടും. Okay, from this we can write d1 is equal to plus or minus 1. Therefore cf is equal to c1 e raised to t plus c1 e raised to minus t. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ തന്നിരിക്കുന്നത് t ആണ്. നമ്മൾ x ന്റെ ടൈമിൽ എഴുതുക. ഓക്കെ, t is equal to എന്താണ്? log x ആണ്. Therefore c1 into e raised to log x plus c1 into e raised to minus log x. This one we get c1 into x plus ഇവിടെ നമുക്ക് c2 divided by x എന്ന് കിട്ടും. കാരണം minus log x ആണ്. ഇതിനെ log x inverse എന്ന് എഴുതാം. ഇവിടെ c2 into x inverse എന്ന് വെച്ചാൽ c2 divided by x എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഇവിടെ നിങ്ങൾക്ക് c1 e raised to t plus c2 e raised to minus t. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് x is equal to e raised to t എന്നാണ്. Therefore directly എനിക്ക് എന്ത് എഴുതാൻ പറ്റും? I can write cf is equal to c1 into x എന്ന് എഴുതാൻ പറ്റും. And x e raised to t ആണെങ്കിൽ e raised to minus t എന്തായിരിക്കും? x inverse ആയിരിക്കും. Therefore I get plus c2 into x inverse. That is cf is equal to c1x plus c2 by x എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് ആണ് കുറച്ചും കൂടെ എളുപ്പം. ഡയറക്റ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക? e raised to t നെ x ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, e raised to minus t നെ x inverse ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
Okay. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ particular ഇന്റഗ്രലിലൂടെ കണ്ടുപിടിക്കണം. The particular integral I can write 1 upon d1 square minus 1 into 8 times e raised to 3t. Okay. I can write. ഇവിടെ a എന്താണ്? 3 ആണ്. അപ്പോൾ നമ്മൾ d ക്ക് എന്ത് ഇടുന്നു? അപ്പോൾ നമ്മൾ d ക്ക് 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Therefore I get 3 square എത്രയാണ്? 9 ആണ്. 9 minus 1 8 ആണ്. അപ്പോൾ ഈ 8 ഉം ഈ ഡിനോമിനേറ്ററിൽ 8 ഉം ക്യാൻസൽ ആയി പോകും. Therefore I get 1 by 1 into e raised to 3t, that is e raised to 3t എന്ന് കിട്ടും. Okay. നമ്മൾ എന്ത് ചെയ്യുക? t നെ തിരിച്ച് x ലേക്ക് മാറ്റുക. That is we get e raised to 3 times log x എന്ന് കിട്ടും. This one I can write e raised to log x cube, that is x cube. നമുക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കിട്ടി, particular integral കിട്ടി. കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? u is equal to c1x plus c2 divided by x plus x cube. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ. ഓക്കെ. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. തന്നിരിക്കുന്നത് if u is equal to 0 at x is equal to 0 and u is equal to 2 at x is equal to 1 എന്നാണ്. അങ്ങനെയാണെങ്കിൽ calculate the displacement at x is equal to 1. അപ്പോൾ നമ്മൾ ഈ ബൗണ്ടറി കണ്ടീഷൻ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. That is u is equal to 0 at x is equal to 0 and u is equal to 2 at x is equal to 1. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? u is equal to 0 അപ്ലൈ ചെയ്യുക, x is equal to 0 അപ്ലൈ ചെയ്യുക. Therefore I get u 0 ആകുമ്പോൾ 0 is equal to c1, this one becomes 0, c2 by 0 plus 0 എന്ന് കിട്ടും. Therefore I get c2 is equal to 0 എന്ന് കിട്ടും. ഓക്കെ. ഇവിടെ നമ്മൾ 1 by 0 ഇൻഫിനിറ്റ് ആ ഒരു ടൈം നമ്മളിവിടെ കാര്യമായിട്ട് എടുക്കേണ്ട, കാരണം നമ്മൾ u is equal to c1x plus c2 divided by x plus x cube എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? I can write u into x is equal to c1 x square plus c2 plus x raised to 4 എന്ന് എഴുതാം. That is complete equation എനിക്ക് എന്ത് ചെയ്യാം? x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം? u is equal to 0, x is equal to 0 എടുത്ത് എന്ത് കിട്ടും? 0 is equal to 0 plus c2 plus 0 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് c2 is equal to 0 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. നമുക്ക് c2 0 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ബൗണ്ടറി കണ്ടീഷൻ എടുക്കുക. That is u is equal to 2 when x is equal to 1. Therefore I get 2 is equal to c1 into x. x എന്താണ്? 1 ആണ്. പ്ലസ് c2 നമുക്ക് ഓൾറെഡി 0 ആയിട്ട് കിട്ടി. x raised to 3. x എന്താണ്? 1 ആണ്. Therefore I get 1. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? c1 is equal to 1 എന്ന് കിട്ടും. Therefore our complete equation I can write u is equal to c1 1 ആണ്. Therefore x c2 0 ആണ്. ഓക്കെ. x ക്യൂബ് അതേപോലെ എടുത്ത് എഴുതുക. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ. ഇനി ചോദ്യം എന്താണ്? x is equal to 1 by 2 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. That is u is equal to 1 by 2 plus 1 by 2 the whole cube. This we get 5 divided by 8. അപ്പോൾ കറക്റ്റ് ആൻസർ 5 divided by 8 ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കോഷി യൂളർ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ലഗ്രാൻഡേസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കാം.